കാര്യം പറയേ. 2 വർഷം മുമ്പ് നടുറോട്ടിൽ വെച്ച് ഒരുത്തനെ കൊന്നത് ഓർമ്മയുണ്ടോ? ആ സംഭവം അവിടത്തെ ഏതോ ഒരു ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമില്ല. അത് ഇപ്പോ എങ്ങനെയോ മുരുകന്റെ കയ്യിലെത്തി. അവനിപ്പോ നിന്റെ അടുത്തെത്തും. നന്നായിട്ടൊന്ന് ഡീൽ ചെയ്യും. നീ നിന്റെ ജീവിതത്തിൽ അവസാനമായി കഴിക്കാൻ പോകുന്ന ഭക്ഷണമായത്. മീശ പത്മ എൻകൗണ്ടറിൽ മരിച്ചുപോയെന്ന് നാളത്തെ പത്രത്തില് ഹെഡ്ലൈൻസ് ആയിരിക്കും. നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താന്ന് പറ. ഇതെനിക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവച്ചതാ. അത് കഴിച്ചിട്ട് മരിക്കാൻ അനുവദിക്കണം, പ്ലീസ്. ഓ പോലീസേ, ഈ ഡ്രിങ്കിന്റെ വില എത്രയാണെന്നറിയോ? നിന്റെ 6 മാസത്തെ ശമ്പളം. 100 years old. ഒരു ലോക്കൽ റൗഡി ആയിരുന്ന ഞാൻ 1.5 ലക്ഷത്തിന്റെ മദ്യം കഴിക്കാനുള്ള ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് എത്ര പേരെ കൊന്നിട്ടുണ്ടാവണം? അങ്ങനെയുള്ള എന്നെ നിസ്സാരമായി എൻകൗണ്ടറിൽ കൊന്നുകളയാം എന്ന് കരുതി വന്നിരിക്കാ നീ. നിനക്ക് കൊല്ലണമെങ്കിൽ കൊല്ലാം. എന്റെ കഥ മുഴുവനും കേട്ടിട്ട് നീ കൊന്നു. ഇന്ത്യയിൽ 2 വിഭാഗമേ ഉള്ളൂ. ഒന്ന് വിശന്ന വയറോടൊരു ബീഡിക്ക് പോലും ഗതിയില്ലാതെ അലയുന്നവൻ. ഇനിയുള്ളത് വയറു നിറയെ ഭക്ഷണം കഴിച്ച് അതിനുശേഷം സിഗരറ്റ് വലിക്കുന്നവൻ. അങ്ങനെയുള്ളൊരുത്തിനോട് ഞാൻ വിശന്ന വയറുമായി ഒരു സിഗരറ്റ് ചോദിച്ചു. ഈ പ്രായത്തിൽ സിഗരറ്റ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ എന്നെ തല്ലി താഴെയിട്ടു. വിശന്നാലും ദേഷ്യം വരാതിരിക്കില്ലല്ലോ. അടുത്തുണ്ടായ ഒരു ബോട്ടിലെടുത്ത് അവന്റെ പള്ളക്ക് കയറ്റി. പിന്നീട് പോലീസ് പിടിച്ചു. എല്ലാം അവസാനിച്ചു. ഇനി തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുമെന്നാ കരുതിയത്. കുളിച്ച് മുടിയൊക്കെ വെട്ടി പല്ലൊക്കെ തേച്ച് പൗഡറിട്ട് കഴിഞ്ഞപ്പോ 2 ദിവസം കൊണ്ട് പുറത്തിറങ്ങാൻ കഴിഞ്ഞു. എന്തിനെന്നെ പുറത്തിറക്കാൻ ചോദിച്ചപ്പോ ഞാൻ സ്ഥിരം കുറ്റവാളിയാണെന്ന്. 18 വയസ്സ് തികയുന്നതിന് മുമ്പ് കൊലപാതകം ചെയ്താ ഒന്നും ചെയ്യില്ല. പുറത്തിറങ്ങിയതിനു ശേഷം പിന്നെ എന്ത് ചെയ്യാം എന്നാലോചിച്ച് നടക്കായിരുന്നു. കൊലപാതകം ചെയ്ത അതിനൊരു വില വേറെയാ. ചിലരൊക്കെ ചേർന്ന് നമുക്ക് ആ വഴി തന്നെയാണ് നല്ലതെന്നും പറഞ്ഞു. ഞാൻ ആർക്കു വേണ്ടിയാണോ സംസാരിക്കുന്നത് അവരൊക്കെ ഒറ്റക്കെട്ടായി നമ്മൾ നിസ്സാരക്കാരനില്ലെന്ന് കാണിക്കാൻ നമ്മുടെ വലിയ കട്ടൗട്ടറൊക്കെ വെച്ചു. അവിടെ നിന്ന് നമ്മുടെ ലെവല് മാറി. ആഗ്രഹിക്കുന്നത് എന്തും നമ്മുടെ മുന്നിലെത്തി. അപ്പോഴൊരു കൊട്ടേഷൻ വന്നത്, ഒരുത്തനെ കൊല്ലണം. കൊന്നാലോ ആവശ്യം പോലെ കാശ്. പക്ഷെ അതനുഭവിക്കാൻ ഞാനുണ്ടാവണ്ടേ? ഞാൻ നേരിട്ട് ചെയ്ത കാത്തിരിക്കുന്നത് തൂക്കുമാരായിരിക്കും. കാരണം ഞാനപ്പോഴേക്കും പ്രായപൂർത്തിയായി. അപ്പോഴേ എനിക്കൊരു ഐഡിയ തോന്നിയത്, 18 വയസ്സിന് താഴെയുള്ള പിള്ളേരൊക്കെ ചേർത്ത് ഈ തൊഴിലങ്ങ് നടത്താമെന്ന്. ഗുണദോഷിക്കുന്ന മാതാപിതാക്കളെ വെറുക്കുന്ന കുട്ടികൾ, വീട്ടിൽ നിന്ന് ഒളിച്ചോടി റോഡ് സൈഡിലും പ്ലാറ്റ്ഫോമിലൊക്കെ കിടക്കുന്ന അനാഥ പിള്ളേര്, പ്രണയം എന്താണെന്ന് പോലും അറിയാതെ പ്രണയനൈരാശ്യത്താൽ ഈ ലോകത്തെ വെറുക്കുന്ന പിള്ളേര്. അവർക്ക് ആവശ്യത്തിലധികം പണം കൊടുക്കും. അത് ചെലവഴിക്കാൻ ബാറിലേക്കും പെണ്ണുങ്ങളുടെ അടുത്തേക്കും പറഞ്ഞു വിടും. അപ്പോഴേക്കും അവന്റെ ബുദ്ധി മുഴുവൻ ജാമാവും. അവിടെ ഞാൻ പറയുന്നത് മാത്രമേ അവരനുസരിക്കൂ. പറയുന്നത് പോലെ ചെയ്യും. അവന്റെ തലച്ചോറിലുള്ള ഓരോ സെല്ലുകളിലും പത്മ പത്മ എന്ന് എന്റെ പേരായിരിക്കും എഴുതിയിരിക്കുക. അവരെ എല്ലാവരെയും വിളിച്ചുകൊണ്ടുവന്ന് 18 വയസ്സിന് താഴെ കൊലപാതകം ചെയ്താൽ തൂക്കിക്കൊല്ലില്ലെന്ന് എന്റെ കഥ ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോഴേ അവർക്കത് ചെയ്യാനൊരു ധൈര്യം ഉണ്ടാവും. വെറും ഒരു ഗുണ്ടയായി നടന്ന ഞാൻ ഈ പിള്ളേരെ ഉപയോഗിച്ച ഇത്രയും വലിയ നിലയിലെത്തിയത്. ഞാൻ ഈ തൊഴിൽ ആരംഭിക്കുമ്പോൾ എന്റെ കൂടെ ഒരു പയ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ എല്ലായിടത്തും എന്റെ പിള്ളേരാ. നീ പേപ്പറിൽ കാണുന്ന പിള്ളേര് ഗ്യാങ്ങിന്റെ ബുദ്ധികേന്ദ്രം ഞാനാ. ഇവർക്കൊക്കെ 18 വയസ്സ് പൂർത്തിയായ എനിക്ക് ആവശ്യമില്ലാത്തവന്മാരെ ഞാൻ തന്നെ ഇല്ലാതാക്കും. പറയുന്നതിൽ വിഷമമുണ്ട്. നിന്റെ അനിയനും എന്റെ കൈകൊണ്ട് തീരേണ്ടതാ. പക്ഷെ കറക്റ്റ് സമയത്തിന് നീ തന്നെ അതങ്ങ് ചെയ്തു. ഞാൻ ചുമ്മാ പറയല്ല. എനിക്ക് കിട്ടിയതിൽ ഏറ്റവും മിടുക്കൻ നിന്റെ അനിയനായിരുന്നു. നീ നായ്ക്കളെ കണ്ടിട്ടില്ലേ? തെരുവ് നായ്ക്കള്. അവറ്റകൾക്ക് ഒരു എല്ലും കഷ്ണം കിട്ടിയ ചെറ പറന്ന് കടിക്കാൻ തുടങ്ങും. ആ എല്ല് കുത്തിക്കൊണ്ട് വായെന്ന് ചോര വരും. ചോര വരുന്നത് എല്ലിൽ നിന്നാണെന്ന് കരുതി വീണ്ടും കടിക്കാൻ തുടങ്ങും. അങ്ങനെ സ്വന്തം രക്തം കുടിച്ചു കുടിച്ച് തല കറങ്ങി താഴെ വീണ് ചാവും. അതുപോലെയാ ഈ പിള്ളേരും. റേഷനരി തിന്നാൻ ഗതിയില്ലാത്തവരാ ഇപ്പൊ കഴിക്കുന്നത് ഡ്രാഗൺ ചിക്കൻ. ആ സെന്റിമെന്റ്സില് ഞാൻ പറയുന്നതെന്നും വിശ്വസിച്ച് എനിക്ക് വേണ്ടി ചാവും അവര്. ഇതുപോലത്തെ പിള്ളേരൊക്കെ മരിച്ചത് മതി പത്മ. ഇനി നീ മരിക്കേണ്ട സമയം. മുരുകവേൽ, നീ ഷൂട്ട് ചെയ്ത ഞാൻ മരിക്കുന്നതാണോ കരുതിയേ? ശരിയായിരിക്കാം, മരിക്കും. പക്ഷെ ഈ പിള്ളേരുടെ മനസ്സിൽ ഞാൻ ജീവനോടെ ഉണ്ടാവും.
ഈ പിള്ളേരൊക്കെ എന്റെ കംപ്ലീറ്റ് സെറോക്സ്. എന്റെ കയ്യിൽ നിന്റെ അനിയനെ പോലെ 1000 പത്മമാരുണ്ട്. എല്ലാവരെയും കൊല്ലാൻ കഴിയും നിനക്ക്. നിയമപരമായി നിനക്കതിന് സാധിക്കുമോ? അതുകൊണ്ട് ഉത്തരവാദിത്വമുള്ള ഒരു പോലീസുകാരനായിട്ട് ഇതൊന്ന് രുചിച്ചു നോക്കിയിട്ട് സ്ഥലം കാലിയാക്ക. നിന്റെ കയ്യിലുള്ള തെളിവുകൾ നാളെ തന്നെ എനിക്ക് കിട്ടിയിരിക്കണം. നീ ഷൂട്ട് ചെയ്ത് ഞാൻ മരിക്കുന്നാണോ കരുതി? ശരിയായിരിക്കാം, മരിക്കും. പക്ഷേ ഈ പിള്ളേരുടെ മനസ്സിൽ ഞാൻ ജീവനോടെ ഉണ്ടാവും. ഈ പിള്ളേരൊക്കെ എന്റെ കംപ്ലീറ്റ് സെറോക്സ്. എന്റെ കയ്യിൽ നിന്റെ അനിയനെ പോലെ 1000 പത്മമാരുണ്ട്. എല്ലാവരെയും കൊല്ലാൻ കഴിയും നിനക്ക്. നിയമപരമായി നിനക്കതിന് സാധിക്കും. നീയേ ഒരാളെ നന്നായി കാണിക്കേ, ഞാൻ നിന്നെ ഉറങ്ങാൻ സമ്മതിക്കാം. എന്തേ? ഈ പിള്ളേരൊക്കെ എന്റെ കംപ്ലീറ്റ് സെറോക്സ്. എന്റെ കയ്യിൽ നിന്റെ അനിയനെ പോലെ 1000 പത്മമാരുണ്ട്. എല്ലാവരെയും കൊല്ലാൻ കഴിയും നിനക്ക്. നിയമപരമായി നിനക്കതിന് സാധിക്കുമോ? സൈൻ ചെയ്യൂ. എന്താ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം? എന്തിനു വേണ്ടി എങ്ങനെ വിഷമിക്കുന്നത്? ഞാൻ പത്മയെ അറസ്റ്റ് ചെയ്തില്ല, അതല്ലേ? അവനെ അറസ്റ്റ് ചെയ്താലോ കൊന്നാലോ എന്താ സംഭവിക്കുക? എല്ലാ പ്രശ്നങ്ങളും തീരുവോ? അവൻ ഈ നാട്ടിൽ 100-ന് മേലെ പിള്ളേരെ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറ്റവാളിയെ ജീവിക്കുന്നതാണ് ഗമ എന്നുള്ള കാര്യം മീശ പത്മ ഈ കുട്ടികളുടെ മനസ്സിൽ നന്നായിട്ട് കുത്തിവെച്ചിട്ടുണ്ട്. ഈ പോലീസൊക്കെ വേസ്റ്റ് ആണ്, റൗഡിയാണ് ബെസ്റ്റ്. ഇവന്റെ അമ്മയും കൗൺസിലറും കണ്ടു പേടിക്കുന്ന പത്മചേട്ടനെ പോലെ മാസാണ് നമ്മൾ. പത്മചേട്ടൻ കൊല മാസാണ്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാവോ? ഈ ഗുണ്ടകളെല്ലാം വേസ്റ്റ് എന്നും പോലീസാണ് മാസെന്നും ഈ പിള്ളേർക്കെല്ലാം മനസ്സിലാക്കി കൊടുക്കണം. ഇതിനേക്കാളും ശക്തമായി ഈ കാര്യങ്ങൾ പിള്ളേർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതിനുവേണ്ടി പത്മ ഒരു വലിയ ആളാണെന്നുള്ള ഇമേജിനെ പതുക്കെ പതുക്കെ പിള്ളേരുടെ മനസ്സിൽ നിന്ന് മായ്ച്ചെടുക്കണം. അതിനവന്റെ മര്യാദ ഇല്ലാതാവണം, അവമാനിക്കപ്പെടണം, പേടിക്കണം. ഈ മുരുകവേലിന്റെ അനിയൻ രവിക്ക് നടന്നതുപോലെ ഇനി ഒരു കുട്ടിയും ബാധിക്കപ്പെടാൻ പാടില്ല. അതിന് ഞാൻ സമ്മതിക്കുകയില്ല. ഈ നമ്പർ ഒന്ന് ഡയൽ ചെയ്ത്. ഹലോ, ഇൻസ്പെക്ടർ സാർ സംസാരിക്കണമെന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്. ആരാ സാർ? മീശ പത്മ. സാർ ദാ സ്പീക്കർ ഓൺ ചെയ്യും. ശ്രദ്ധിച്ച് നോക്കി സംസാരിക്കണം. നിനക്ക് വേണ്ടിയാ ഞാൻ കാത്തിരുന്നേ. നിന്നെ ഈ ഏരിയയിൽ വലിയൊരു കൊമ്പരാന്ന് വിചാരിച്ച് എല്ലാരും പേടിച്ചിരിക്കുക. ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതിന്റെ കാരണം ഞാനൊരു വലിയ ഈഗോയിസ്റ്റ്. എനിക്ക് എന്നെക്കാളും വളർന്നു നിൽക്കുന്ന ഒരാളെ കാണുന്നത് ഒട്ടും ഇഷ്ടമില്ല. അതെയോ? നീ എന്റെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്താൽ നീ കൊന്നില്ലേ ആ കുമാർ, അതിന്റെ വീഡിയോ എവിഡൻസ് നിന്റെ കൺമുമ്പിൽ വെച്ച് ഞാൻ എരിച്ചു കളയാം. ഇതിനി വേറെ ആരും കാണില്ല. നിനക്ക് പിന്നെ സ്വസ്ഥമായി ജീവിക്കാം. എന്തു പറയുന്നു? അതിന് ഞാൻ എന്താ വേണ്ടേ? ഇവിടെ എന്നേക്കാൾ വലിയ ആള് നീയാണെന്ന് മയക്ക് വെച്ച് വിളിച്ചു പറഞ്ഞോണ്ട് നടക്കണോ? അതുമല്ലെങ്കിൽ നിന്നെ തോളിൽ ചുമന്നുകൊണ്ട് നടക്കണോ? അയ്യേ, അത്രയ്ക്കൊന്നും ചെയ്യണ്ട കേട്ടോ. ചെറിയൊരു കാര്യം എനിക്ക് വേണ്ടി ചെയ്താൽ മതി. അത് ഞാൻ നേരിട്ട് നിന്റെ വീട്ടിലേക്ക് വന്ന് നിന്നോട് ചോദിക്കാം.